ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെയുള്ള എല്ലാ റെസിപ്പീസും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പെട്ടെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പത്തിരിയും തേങ്ങ കൂട്ടിയ പരിപ്പ് കറി, പിന്നെ ഉച്ചയ്ക്ക് പുളിശ്ശേരി, കോവൈക്ക വരവ്, പിന്നെ അയില പൊരിച്ചതും ചോറും. ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ചോറ് വെക്കാൻ ആദ്യം വെള്ളം ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചോറ് വെച്ചാൽ നമുക്ക് കറിയെല്ലാം ആകുന്ന സമയത്ത് നമ്മുടെ ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ അരിയൊക്കെ കഴുകുന്നുണ്ട്. നല്ല പോലെ ഒരു 3-4 വെള്ളത്തിൽ അരി കഴുകലാണ്. പിന്നെ ഓരോ നാട്ടിൽ ഓരോ റെസിപ്പി ആയിരിക്കും ഓരോ കറിക്ക്. കുറേ ടൈപ്സിലെല്ലാം കറിയെല്ലാം വേറെ വേറെ ടൈപ്പിലാണ്. ഇപ്പോൾ ഒരു പരിപ്പ് കറിയാണെങ്കിൽ തന്നെ ഓരോ നാട്ടിൽ ഓരോ ടൈപ്പിലാണ് കറി വെക്കുന്നത്. പക്ഷേ ഇത് തേങ്ങ കൂട്ടിയിട്ട് വെക്കുന്ന ഒരു പരിപ്പ് കറിയുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതേ അളവിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ചോറ് വെച്ചതിന് ശേഷം പരിപ്പ് കറിയാക്കാൻ പോവാണ്. നാസ്തക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പരിപ്പ് കറിയാക്കുന്നത്. അപ്പോൾ ഇതാ പരിപ്പ് കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് റഫായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ, ചോപ്പ് ചെയ്യൊന്നും വേണ്ട, നമുക്ക് റഫായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. ഇനി ഇതാ 1.5 കപ്പ് പരിപ്പാണ്. 1.5 കപ്പ് പരിപ്പ് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇടുന്നുണ്ട്. ഇത് നല്ല പോലെ വെള്ളം ക്ലിയർ ആകുന്നവരെ ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കഴുകി വെച്ച പരിപ്പ് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനിതാ 10-12 പീസോളം വെളുത്തുള്ളി ചതക്കിയൊന്നും വേണ്ട, തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ 2 തക്കാളി, മീഡിയം സൈസിൽ 2 തക്കാളി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇത് റഫായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയൊരു 3 പച്ചമുളക് ഇതുപോലെ സ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 കപ്പ് വെള്ളവും കൂടി വെച്ചിട്ട് നമുക്ക് പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പോൾ അവിടെ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു വെള്ളരിക്ക, മീഡിയം സൈസ് വെള്ളരിക്ക എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വെള്ളരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അയില പൊരിക്കാൻ വേണ്ടിയിട്ട് മാരിനേഷൻ തയ്യാറാക്കി വെക്കുക. ഇത് രാവിലത്തേക്കും ഉച്ചത്തേക്കുമുള്ള അയില ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഇത് മാരിനേറ്റ് ആക്കിയിട്ട് ഫ്രൈ ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് അയില മാരിനേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുളക് പൊടിയിൽ മുളക്, മഞ്ഞൾ, പിന്നെ മല്ലി, 2 തരം ജീരകമെല്ലാം മിക്സാക്കി പൊടിച്ച മുളക് പൊടിയാണ്. അത് നോക്കുക. ഇനി മുളക് പൊടിക്കുമ്പം ഞാൻ വീഡിയോക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കറക്റ്റ് അളവ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 5 ടേബിൾ സ്പൂണോളം വിനേഗറാണ് കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മീൻ ഓൾറെഡി കട്ട് ചെയ്തിട്ട് വേറെ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ അരപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആ സമയം ഇല്ലു എണീച്ച് വന്നിട്ടുണ്ട്. ഓനില്ല ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓന് വായിലിട്ട് കൊടുത്താൽ നേർക്ക് കഴിക്കൂ, ഇല്ലെങ്കിൽ അങ്ങനെ അടന്നെ വെച്ചിട്ട് കുറേ സമയം ഇരിക്കും.
അപ്പോൾ ഇപ്പം എനിക്ക് ഫുഡാക്കാനില്ലോണ്ട് ഞാൻ ഓൻ്റെ അടുത്ത് വെക്കുന്നുണ്ട്, മെല്ലെ മെല്ലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ വെക്കുന്നുണ്ട്. അപ്പോൾ മീൻ അവിടെ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നാശ്തയ്ക്ക് ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ട് പരിപ്പ് കറി ഹാഫ് വേയിലുണ്ട്. പിന്നെ മീൻ പൊരിച്ചത് റെഡിയായി. ഇനി നമുക്ക് അരിപ്പത്തിരിയും കൂടി ചുട്ട് കഴിഞ്ഞാൽ നാശ്ത റെഡിയാവും. മീൻ പൊരിച്ചത് രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും 2 നേരത്തേക്കും വേണ്ടിയിട്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ പത്തിരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പിൻ്റെ ബാക്കി പണിയും കൂടി ചെയ്യാം. അപ്പോൾ ഇതാ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങ നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചാണ് കേട്ടോ. തേങ്ങ പാലൊന്നുമല്ല, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് വെള്ളമാക്കിയിട്ട്, കുറച്ച് വെള്ളം മതി, ഓവർ വെള്ളമൊന്നും വേണ്ട. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ പാലൊഴിച്ച് പിന്നെ നമ്മൾ നല്ല തിള വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് കാച്ചിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എണ്ണ നല്ല ചൂടായി വരെ നമുക്ക് 1 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് നല്ലോണം പൊട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല. നല്ലപോലെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ വെന്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ കൂട്ടിയ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ഇതേ അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് ചെയ്താൽ നല്ല ടേസ്റ്റിൽ കറി കിട്ടും കേട്ടോ. എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ നാശൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി ലഞ്ച് ഉണ്ടാക്കലാന്ന്. ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കലാന്ന്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഒരു വെള്ളരിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം മതി, വെള്ളരിക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഒരു മിക്സി ഗ്രൈൻഡറിലേക്ക് ഈ ഗ്ലാസ്സിൽ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ഗ്ലാസ്സിൽ തന്നെ 1 പാക്കറ്റ് തൈരില്ലേ, അത് ഫുള്ളായിട്ട് തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് കോവയ്ക്ക വറവ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടായി വരുമ്പം നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പിന്നെ നല്ലോണം പൊട്ടി വരണം കേട്ടോ. ഏതൊരു കറിയിലും കടുക് ഇടുമ്പം അത് നല്ലോണം പൊട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ ആ ഒരു സ്മെല്ലും ആ ടേസ്റ്റ് എല്ലാം കിട്ടും. അങ്ങനെ
ഇതാ കടുക് പൊട്ടി വരും. നമുക്കിതാ ഇതിൽ കോവയ്ക്ക കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഒരു പിടി തേങ്ങ, ഒരു സവാള, ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ എന്തിനിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഉമ്മ ചെയ്ത് വെച്ചതാണ് കേട്ടോ, ഈസി ആവാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ രാവിലത്തേക്ക് ഇങ്ങനെ ഈ വറവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏത് വറവ് ആക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടിഫിനിലെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രാത്രി തന്നെ ടപ്പറിൽ ഇതുപോലെ ആക്കി വെച്ചാൽ നമുക്ക് രാവിലെ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ വറവിന് വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഇത് വെരി ലോ ഫ്ലെയിമിൽ നമുക്ക് മൂടി വെക്കാം. പിന്നെ ഇതാ വെള്ളരിക്ക വെന്തിനോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ആ തൈരും തേങ്ങയുടെ മിക്സില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളച്ച് കിട്ടുന്നവരെ ഫുൾ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നല്ല പോലെ തിള വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കുന്നുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ നല്ല ചൂടായി വരുമ്പം ഒരു 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുന്ന സമയം എൻ്റെ ക്യാമറ ഓഫായത് എനിക്ക് മനസ്സിലായിട്ടാ. പിന്നീടാന്ന് മനസ്സിലാന്ന് അത് ഓഫായിട്ടാണെന്നുണ്ടായിന്ന്. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പം 1 ടീസ്പൂണ് കടുകും പിന്നെ അത് പൊട്ടി വരുമ്പം 1 ടീസ്പൂണ് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് 1 തണ്ട് കറിവേപ്പിലയും 2-3 വറ്റൽ മുളകും ഇട്ട് മുളകിൻ്റെ കളർ ഒന്ന് മാറി കിട്ടുമ്പം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുളകിൻ്റെ ആ മിക്സ്ചർ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പുളിശ്ശേരിനെ കുറേ വിധത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കോവയ്ക്ക അടുപ്പത്തുണ്ട്, ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറ് വാർത്തത് കാണിച്ചിട്ടാ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ കിച്ചണെല്ലാം ഫുള്ള് മെസ്സായിട്ടുണ്ട്. നമുക്ക് കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഫുഡെല്ലാം റെഡിയായി. ആദ്യം ഞാൻ കാണിച്ചു തരാം. പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ കോവയ്ക്ക വറവും നല്ല ചൂടോടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ അയില പൊരിച്ച് തന്നിട്ട് ഇത് നാശ്ത കഴിക്കുമ്പം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയേ ബാക്കിയുള്ളൂ. ഇത് ലഞ്ചിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് പത്തിരിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും, കുറച്ചേ ബാക്കിയുള്ളൂ. ഇതാ പിന്നെ ഇതാ പരിപ്പ് കറി, ഇതും നാശ്തക്ക് ഉണ്ടാക്കിയാണ്. ചോറിനും ഉണ്ട് കേട്ടോ, കുറച്ച് ഉണ്ട്. അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി ഇൻഷാല്ലാ ഇനിയും വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി പുതിയ വീഡിയോസുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.